ലക്ഷ്യങ്ങൾ സുന്ദരമായിരിക്കും, എന്നാൽ അതിലേക്കുള്ള യാത്രകൾ അതിമനോഹരമാണ്. എന്നെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഈ യാത്രാ അനുഭവങ്ങൾ തന്നെയാണ്. കാരണം കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ, ഓരോ പുതിയ നാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സംസ്കാരം, ഭക്ഷണം, ആൾക്കാർ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊന്ന് ഒരു പുതിയ കാര്യം ഞാൻ ആ യാത്രയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു റൈഡ് ടു ഹിമാലയാസ്. ഈ ടയറൊന്ന് നോക്കിക്കോണേ, ഇതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ റൈഡ് ടു ഹിമാലയാസിന് വേണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ തുടങ്ങി. സോ അതിനു മുമ്പ് ഒന്നുകൂടെ നോക്കിയോ, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ പൂനെയിൽ നിന്ന് ഡൽഹിയിൽ കയറിയതാണ് കേട്ടോ. അപ്പം ഡൽഹിയിൽ ലാൻഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് നോക്കി, സെക്കൻഡ് അറ്റംപ്റ്റ് നോക്കി, തേർഡ് അറ്റംപ്റ്റിലാണ് ഞങ്ങൾ ഈ ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ടയർ ഇങ്ങനെ പാളിപ്പോയിട്ട് ബാലൻസ് ഇല്ലാത്ത ആ ഒരു രീതിയിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തേക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫയർ എഞ്ചിന്, ആംബുലൻസ് എല്ലാം ഭയങ്കര സൈറനോട് കൂടി വരുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി എൻ്റെ ഹാറ്റ് നോറ്റ് കാത്തിരുന്ന എൻ്റെ റൈഡ് എൻ്റെ അവസാനത്തേതായി പോകുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും പറ്റാതെ ലാൻഡായിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല അതിന് ശേഷം ശരിക്കും നല്ലൊരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായതിൽ വളരെ വലിയ നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ നിരാശകൾ അങ്ങനെ പറഞ്ഞിട്ടല്ല, കാരണം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, ഏത് സമയം എന്തും സംഭവിക്കാം, എങ്കേയും എപ്പോഴും പോലെ. അപ്പം അതെല്ലാം അങ്ങനെയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം കഴിഞ്ഞ്, ചെറിയ തടസ്സങ്ങളല്ല കേട്ടോ, ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത തൊട്ട് വലിയ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലീവ് കുറവായതുകൊണ്ട് തന്നെ റൈഡ് ചെയ്തിട്ട് പൂനെയിൽ നിന്ന് റൈഡ് ചെയ്ത് അമൃത്സറിലേക്ക് പോകുന്ന ട്രിപ്പ് ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ബൈക്ക് ഞങ്ങൾ കയറ്റി അയക്കാൻ നോക്കിയിട്ട് കുറേ ട്രൈ ചെയ്തിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു ട്രെയിനിന്. പിന്നെ അവസാനം എങ്ങനെയോ കൂടി ബൈക്ക് അമൃത്സറിലേക്ക് കയറ്റി അയച്ചു. ഞങ്ങൾക്ക് കൂടെ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്കും റാമിനും അടുത്തടുത്ത് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. റാമിന് നല്ല ബാക്കിലായിട്ട് സീറ്റും എനിക്കിങ്ങനെ മുന്നിലായിരുന്നു. അതിപ്പം പൂനെയിൽ നിന്ന് ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് തിരിച്ച് വീണ്ടും അമൃത്സറിലേക്ക് പോയ യാത്രയിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമില്ല, കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ നേരം അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ അടുത്തത് ലഗേജാണ്. ഇത് ലഗേജ് കണ്ടല്ലോ, ഇത് അത്ര വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ കാരണം 30-35 kg അത്രയേ ഉള്ളൂ അത്. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാരണം ഞങ്ങളുടെ റൈഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 45 ദിവസത്തെ ഒരു ട്രിപ്പാട്ടോ. അപ്പോൾ ആ 45 ദിവസത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ലഗേജിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു ബാഗേജ് കളക്ട് ചെയ്യുക എന്നുള്ളത്, ഒന്നുപോലും മിസ്സാവാതെ. അങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണം മാത്രം വരാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി കാത്തു നിന്ന് അതും കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് പോയിട്ട് വേണം ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അമൃത്സറിൽ എത്തി. ബസ്സിലല്ല കേട്ടോ, അത് കഴിഞ്ഞൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അമൃത്സറിൽ വന്നിറങ്ങി. ഒരുപാട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത്. എന്തോ വലുത് വരാനുണ്ടായിരുന്നത്, അങ്ങനെ പോയി എന്നൊക്കെ പറയത്തില്ലേ, കണ്ണിൽ കൊള്ളാനുള്ള പുരുകത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുക, അതുപോലെയായിരുന്നു. അങ്ങനെ എല്ലാ എയർപോർട്ടുകൾക്കും അവിടുത്തെ പ്രത്യേകത അവർ ആ എയർപോർട്ടിൽ നിന്ന് തന്നെ ടൂറിസത്തിന് വേണ്ടിയിട്ട് കാണിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ചെറിയൊരു മിനിയേച്ചർ രൂപം കണ്ടു. പിന്നെ ഗോൾഡ് പാത്രാസ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഇതെല്ലാം ഗോൾഡ് വെച്ചിട്ടുള്ള, കാരണം ഗോൾഡൻ ടെമ്പിൾ തന്നെ ആയതുകൊണ്ട് തന്നെ അമൃത്സർ ഈ ഡെക്കറേഷൻസ് എല്ലാം തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അങ്ങനെ എല്ലാ ബാഗേജും കളക്ട് ചെയ്ത് ഞങ്ങൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് പഞ്ചാബിലെത്തി എന്ന് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറേ പഞ്ചാബിൻ്റെ കാര്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ അവിടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ G20, അപ്പോൾ നിങ്ങൾക്ക് ഇയർ മനസ്സിലാവും എപ്പോഴാണ് ഞങ്ങൾ ട്രിപ്പ് പോയതും. എന്നാലും സാരില്ല കേട്ടോ, ഇത് വളരെ പഴയ വീഡിയോ ആണ്. വളരെ പഴയെന്ന് വെച്ചാൽ അങ്ങനെയില്ല, ഞങ്ങൾ ട്രിപ്പ് പോയ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ G20 നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. അപ്പം ഞങ്ങൾ എവിടേക്ക് പോകുന്നു, അവിടേക്ക് G20ൻ്റെ സമ്മേളനവും അതാത് പൂനെ, ദില്ലി, പഞ്ചാബ്, ഞങ്ങൾ എവിടെ ഉണ്ടായിരുന്നു അതായത് സിറ്റികളിൽ G20 സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തു നിന്നിട്ട് ഞങ്ങൾക്ക് ക്യാബ് കിട്ടി. അതിനെക്കാട്ടിലും വലിയൊരു പണിയായിരുന്നു. ആ പണി എന്താ ഞാൻ നാളെ പറയാം. കാരണം പഞ്ചാബിൽ എന്താണോ മെയിനായിട്ടുള്ളത് ആ സാധനം അടിച്ചിട്ടാണ് ആ പുള്ളി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. കിളിപോയൊരു മനുഷ്യനായിരുന്നു. ആ കഥ അടുത്ത വീഡിയോയിൽ.